പൂരത്തിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ കഥകളിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഥകളി കാണാൻ പോവുകയാണേ. അപ്പോൾ അതാ പൂരം പ്രമാണിച്ച് ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ, അമ്മ, വേദു, ബേബി, അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ കൂടിയിട്ടാണ് കഥകളി കാണാൻ പോകുന്നത്. കഥകളി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുട്ടികൾ കണ്ടിട്ടില്ല, അപ്പോൾ അവർക്ക് കാട്ടി കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണ് പോയത് കേട്ടോ. പോയ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ദാ പൂരം പ്രമാണിച്ചിട്ട് വഴിയോടെ കച്ചവടക്കാരൊക്കെ എത്തി തുടങ്ങുന്നു. ഞങ്ങൾ ഒരു 7 മണി കഴിഞ്ഞു കേട്ടോ. 7 മണി ആ ടൈമിലാണ് അമ്പലത്തിലെത്തിയത്. 7:30, 7:45 ആയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ കഥകളി തുടങ്ങിയത്. ഒരു 7:45 ആയിട്ടുണ്ടാവും അമ്പലത്തിൽ കഥകളി തുടങ്ങാൻ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ആദ്യം അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പോൾ അവിടെ പറ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടു, വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ കഥകളിയുടെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ ബൽറാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് തൃത്താല കോളേജിലായിരുന്നു ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ബൽറാമായിരുന്നു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അമ്മ കുറേ സംസാരിച്ചു. അതുമാതിരി ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് മാത്രം അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം MP രാജേഷ് മന്ത്രിയാണെന്ന് വന്നത്. ഇന്ന് കഥകളി കാണാൻ നമ്മുടെ ബൽറാമാണ് കേട്ടോ വന്നിരുന്നത്. ബൽറാം അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് ഗൈസ്. അതെന്താവോ ആ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. അപ്പോൾ അതാ കഥകളി ആരംഭിച്ചു. നല്ലൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടോ കഥകളി കാണായിരുന്നത്. സംഭവം കഥകളിയുടെ കഥ അറിയണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതാ കഥകളി കാണാതിരിക്കുന്ന ടൈമിൽ വേദു നല്ലൊരു ആക്റ്റീവായിട്ട് ഇരിക്കുന്നു കേട്ടോ. എപ്പോൾ കഥകളി തുടങ്ങിയോ ആ ടൈമിൽ അവ ഉറങ്ങി. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഥകളി കാണാൻ കൊണ്ടുപോയി അവൻ തന്നെ ഉറങ്ങി. പിന്നെ ഇതാ അടിപൊളിയായിരുന്നു കേട്ടോ കഥകളി. അതിൻ്റെ കഥ അറിയണം ശരിക്കും, എന്നാൽ മാത്രമേ കഥകളി കണ്ടതിന് കാര്യം ഉണ്ടാവുള്ളൂ. കഥ അറിയാത്ത ആട്ടം കാണുക എന്ന് പറയില്ല, അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ കേട്ടോ. കഥകളിയുടെ കഥ അറിഞ്ഞു വെച്ചാൽ നന്നായിരുന്നു. ഇത് പ്രഹ്ലാദ ചരിതോ അങ്ങനെ കുറച്ച് കഥ അവർ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. കഥയുടെ ഒരു എന്താ പറയുക, കഥയുടെ ഒരു ഉള്ളടക്കം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കണ്ടു. ഒരു 8:45, 9 മണിയുടെ അടുപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. കാരണം വേറെ ഒന്നുമല്ല, വേദു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ആകെ കൂടി ഒരു ഉഷാറ് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ബേബിക്ക് അലുവ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അലുവ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം ഇനി പൂരാണ്. അതായത് 13-ാം തീയതി ഞങ്ങളുടെ നാട്ടിലെ പൂരാണ്. ഈ പൂരം പ്രമാണിച്ചുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇങ്ങനെ എന്നും അമ്പലത്തിൽ പോക്കൊക്കെ ഇനി കഴിഞ്ഞു ഗൈസ്. ഇതൊരു ഓർമ്മകൾ മാത്രമാണ്. ഇനി അടുത്ത കൊല്ലം വരെ നമ്മൾ കാത്തിരിക്കണം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ മനപ്പടിക്കാർ അവരുടെ കാളേനെ കൊണ്ടുവരാൻ പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവരുടെ ടീമിനെ കാളയും ഒക്കെ ആയിരുന്നു. ശിങ്കാരിമേളൊക്കെയാണ്. അടിപൊളി കേട്ടോ, വലിയ കാളയാണേ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. കുറേ പേര് ഇതാ റോട്ടിക്കൊക്കെ പോയിട്ടുണ്ട് കാണാൻ. ഇന്ന് വീഡിയോസായിട്ട് പൂരം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ബൈ.